ചെയ്തു നന്ദി ചൊല്ലിടണം. എന്നെ കൊച്ചു ജീവിതത്തെ കൈയടിച്ചോണ്ട് ഇത്ര നല്ല ദൈവത്തോട്, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടണം. എന്നെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയിടാം. നിന്നെ മുൻപിൽ കാഴ്ചയിടാം. മത്തായി 21:30. മത്തായി 21:30. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. രണ്ടാമന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. 32 വയസ്സ് 32. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അതാണ് വിഷയം. അതായത് ഇതിൻ്റെ ഒരു സെൽഫ് എസ്റ്റീം കയറി വരുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളൂ. എന്താണ്? താഴ്മയോടെ നിൽക്കണം. ഞാനെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇവരെന്താണ് ഇവർ സംഭവിച്ചിരിക്കുന്നത്? യഹൂദ പുരോഹിതന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? യോഹന്നാൻ ആരാണ്? ഏത് യോഹന്നാനാണ്? മാംതാന സ്നാപകൻ. അവൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. നിങ്ങൾ അവനെ റിജക്റ്റ് ചെയ്തു. ആര്? യഹൂദ പുരോഹിതന്മാരും സ്ക്രൈബന്മാരും അതുപോലെ തന്നെ പ്രൈസേഴ്സും റിജക്റ്റ് ചെയ്തു. പക്ഷെ ആരാണ് അവനെ അക്സെപ്റ്റ് ചെയ്തത്? ചുങ്കക്കാരും പാപികളും മാനസാന്തരപ്പെട്ടു. അവർ കൊടിയ പാപികൾ മാനസാന്തരപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ടത് കണ്ടിട്ട് പോലും നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? നിങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞിരുന്നെന്ന വിഷയം. അവിടെ താഴ്മയില്ലല്ലോ. അവിടെ താഴ്മയില്ല. ദൈവത്തിരുസന്നിധിയിൽ ഒരു കേമത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇടവേളയൊക്കെ ചെല്ലുമ്പോൾ പണ്ട് കാരിസ്മാറ്റിക് നല്ല തലമൂത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി പങ്കെടുത്ത ആൾക്കാർ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പട്ടാളക്കാരോട് സംസാരിക്കാൻ അവരിരിക്കും. പട്ടാളക്കാരോട് സംസാരിച്ചാൽ പട്ടാളക്കാരെന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ സിവിലിയന്മാരെന്നാണ് വിളിക്കണത്. പട്ടാളക്കാരെല്ലാവരും തന്നെ കോമൺ പീപ്പിളിനെ പബ്ലിക്കിനെ സിവിലിയൻ എന്നാണ് വിളിക്കണത്. വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ എന്നാണ് എൻ്റെ അർത്ഥം. നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സിവിലിയൻ എന്ന് പറയുന്ന ബുദ്ധിയും ബോധം ഇല്ലാത്തതിനെ സംരക്ഷിക്കാനാണ് അവർ തോക്കെടുത്ത് ഈ അഭ്യാസം പഠിച്ചിരിക്കണമെന്നാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിവിലിയൻ എന്നാണ് പട്ടാളക്കാർ നമ്മളെ വിളിക്കുന്നത് എല്ലാവരും തന്നെ. ഇതുപോലെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ആൾക്കാർ നാട്ടുകാരെ വിളിക്കുന്നത് ലോകത്താന്മാരെന്ന് വിളിക്കും. ഇതാണ് വിഷയം. ഈ ഒരു മനോഭാവം വർക്കൗട്ട് ചെയ്യത്തില്ല. അവിടെ വിഷയം അതാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ട്. അപ്പോൾ അതായത് ഈ മനുഷ്യന് ജസ്റ്റിഫൈ ചെയ്യാൻ 100,000 ഗ്രൗണ്ടുകളാണ്. കാര്യം ഈ ചെയ്തു കൂട്ടുന്ന പുണ്യങ്ങളെല്ലാം ക്ലെയിമിന് പറ്റണതാണ്. പക്ഷേ ക്ലെയിം ഒന്നും കാണിക്കരുതെന്നാണ് ഈശോ പറയണത് അയാളോട്. ഇപ്പോൾ ചുങ്കക്കാരനും ഫരിസേനും പോയി പ്രാർത്ഥിക്കണില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചുങ്കക്കാരനാകട്ടെ അകലെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് കണ്ണു ഉയർത്താൻ പോലും നിവൃത്തിയില്ലാതെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരിയണം. ക്ലെയിമില്ല. അപ്പോൾ നമ്മൾ എന്ത് ക്ലെയിം എടുത്താലും ദൈവത്തിൻ്റെ ക്ലെയിം അല്ല. ക്ലെയിമിനെക്കുറിച്ചൊരു അഹംഭാവം ചില സമയത്ത് നമുക്കുണ്ടാകും. ആധ്യാത്മിക അഹങ്കാരമാണ് സാധാരണ അഹങ്കാരത്തേക്കാൾ കൂടുതൽ. വെറുതെ ആ ക്ലെയിം അടിക്കും. ഇവർ എല്ലാ പരിപാടികളും കാണിക്കുന്നത് ക്ലെയിം ആകാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവത്തിരുസന്നിധി ക്ലെയിം ഒന്നും ഹോണർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ക്ലെയിം എടുത്താലും ഒടുവിൽ പറഞ്ഞ വാക്ക് എന്താണ്? ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. നിലപാടുകളാണത്.
ആധ്യാത്മികമായ ഒരു നിലപാട് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് ദൈവം ചെയ്യണം. ഒരാളെ ദൈവം ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ്? ദൈവം അവനെ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള ആദ്യത്തെ ലോറി ഇറക്കും. ആദ്യത്തെ വണ്ടി വരും ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി. ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി ആദ്യത്തെ വണ്ടി വരും. പക്ഷേ ഇവന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇവൻ വലിയ തലയിൽ എല്ലാത്തിനും പരിപ്പിച്ച് നടക്കണവനായിരിക്കും. 15 വയസ്സുള്ള അവൻ്റെ മകൻ തന്നെ കയറിയിട്ട് പപ്പ ആ പറഞ്ഞത് ശരിയല്ല കേട്ടാ. അപ്പോൾ അമ്മ പപ്പ എവിടെയെങ്കിലും സംസാരിക്കണമെന്ന് അമ്മ ചോദിക്കും. പക്ഷേ അപ്പോഴേ അപ്പായിക്കത് ഹർട്ടാവും. അയാൾക്കത് വൈരാഗ്യമായി മാറും. തൻ്റെ കൊച്ച് തൻ്റെ മുമ്പ് വിട്ട് നിന്ന് തന്നെ എതിരെ സംസാരിച്ചല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാകും, എന്നെ വെളിമപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യ നടപടി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ തലയിൽ ഞൊട്ടിക്കൊണ്ട് അയാൾ പോകും. അതാണ് വിഷയം. എൻ്റെ വിഷയം വരുന്നത് ഇതാണ്. ഒരാളെ എളിമപ്പെടുത്താനുള്ള, ഇപ്പോൾ രോഗമായാലും ഒരു രോഗം നിനക്ക് വന്നു, നിനക്ക് നിവൃത്തിയില്ലാതെ, അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളൊരു സഹായം നിനക്ക് വേണം. ദാറ്റ് മീൻസ് നിന്നെ എളിമപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് ദ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല രോഗം വന്നു എന്ന് പറഞ്ഞ് മോന്തം കയറ്റി അടക്കരുത്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം നിന്നെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു തകർച്ച വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, അതിനർത്ഥം എന്താണ്? ദൈവത്തിലായിരിക്കും ചരിക്കരുത്. അതാണ് ഇവനോട് പറയണത്. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിരിക്കണം. എന്താ കാരണം? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോട് നിൽക്കുക. തക്ക സമയമാകുമ്പോൾ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യുമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ അപ്പം നമ്മൾ ചില സമയത്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അതേ ആയുധങ്ങൾ നമ്മളെടുക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി. ചിലപ്പോൾ കള്ളത്തരം പറയും, ചിലപ്പോൾ നുണ പറയും. പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പേടി വരും. എങ്ങാനും ഇവൻ നുണ പറയുമോ എന്ന് വിചാരിച്ച്. ഒരു ചൂട് കൂടുമ്പോഴേ, പൊള്ളുമ്പോഴേ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു കള്ളം പറയുമോ. പല പൊള്ളുകലും വരുമ്പോഴാണല്ലോ ആൾക്കാർ കള്ളം പറയണത്. അപ്പോൾ ദൈവത്തിന് പേടിയാണ്. എൻ്റെ ദൈവ പൈതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞേക്കുമോ ഇത് വയ്ക്കുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കോടതി കള്ളം പറയാതിരിക്കാൻ വേണ്ടി ജിയോയോട് പറയും, നീ ഫിലിപ്പി 2:15 വായിക്കാൻ പറയും. ഉടനെ ജിയോ, ഷൈല എന്നാണ് വൈഫിൻ്റെ പേര്, ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. എന്തായിരിക്കും പ്രശ്നം? ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. ഫിലിപ്പി വായിച്ചേ ശ്രുതികട. ഹല്ലേലൂയ. ഫിലിപ്പി 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന്, നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇതാണ് സുവിശേഷം. ജീവമരണ ചക്രശ്വാസം വലിച്ചുള്ള നടപടിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവനിൽ നിന്ന് അല്പം പോലും കളങ്കം കയറാതിരിക്കാൻ വേണ്ടി സീൽ ചെയ്യണം. കണ്ടില്ലേ എന്ത് പ്രൊട്ടക്ഷനാണ് ആ വചനം. ഇവന് എന്ത് വചനമാണ് ആവശ്യം ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. യുദ്ധമാണ് നടക്കുകയാണ്, ലോകവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. വക്രതയാർന്ന ജനതയും വഞ്ചനയാർന്ന ജനതയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിമാനം ദൈവം നീതിയുടെ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അതാണ് ഈ എഫേസ്യൻസ് ഒക്കെ പറയണത്. 6:25 വായിച്ചേ. എഫേസ്യൻസ് 6:25. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുളിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല,
ഇതിൽ നിന്നെ കാണും. അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതും തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതും തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി തെളിയില്ല. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി തെളിയില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. എഫേസോസ് 6-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അത് ലോകവുമായിട്ട് നമ്മൾ ഇപ്പൊ ജിയോയെ പോലെ ലോക വക്രതയാർന്ന ലോകമാണ്, വഞ്ചനയാർന്ന ലോകമാണ്, തട്ടിപ്പിന്റെ ലോകമാണ്. അയാളാണ് ഇയാളെ കുടുക്കിയിരിക്കുന്നത്. ആ മന്ത്രിയും ഫസ്റ്റാണ്, അതിനകത്തുണ്ടായിരുന്ന ആക്ടിങ് അക്കൗണ്ടൻ്റ് ഏജൻറ്റുമാരും എല്ലാം കൂടി കുരുക്കിയിരിക്കുകയാണ്. എല്ലാം തന്ത്രമാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഈ വക്രതയാർന്ന ലോകത്ത് നിഷ്കളങ്കര് സംശുദ്ധരുമായിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ നമ്മളെ ക്രിസ്തു തിരഞ്ഞെടുത്താനുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 6:13 വായിച്ചേ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും. എഫേസ്യസ് 6:13 ഏറ്റു പറഞ്ഞ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഈ ആത്മീയ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് ഉള്ള വിഷയം, ഉപയോഗിക്കേണ്ടതെല്ലാം സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ കള്ളവ്, അവന് നുണ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ നുണയുടെ ഫലം ചെയ്യും. ചിലർ മിണ്ടാതിരിക്കുമല്ല. അപ്പം ഇങ്ങനെ തന്ത്രങ്ങളൊന്നും കാണിക്കരുത്. ഈ തന്ത്രപരമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈശോ പറയണത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് വിഷയം. ആത്മീയ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ തോറ്റുപോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ്. നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ സാത്താൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഉത്തരവാണത്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയും ഒരു ഉത്തരം ഇതാണ്. എന്താ കാര്യം? ദൈവത്തിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താ? നിങ്ങളുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സാത്താൻ്റെ ആയുധങ്ങളാണ്. വഞ്ചന, കളവ്, ചതി, അഹങ്കാരം, ഈ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഈ സാധനം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആയുധങ്ങൾ തരത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ പല സമയത്തും പരാജിതരായി മാറുന്നത്. ഇനി ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ പലപ്പോഴും ദൈവത്തെ കൊണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ തെമ്മാടിത്തരം കൊണ്ട് ജയിക്കാം. അങ്ങനെ ഒരു ജയം നമുക്ക് വേണ്ട എന്ന് നിശ്ചിതമായ ഒരു നിലപാടെടുക്കാൻ ഒരു ഉടമ്പടി പങ്കാളിക്ക് കഴിയണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുഖത്തിന്റെ പ്രലോഭനങ്ങളോട് അടരാടാൻ, ലോകത്തിന്റെ പ്രലോഭനങ്ങളോട് അടരാടുവാൻ, ദൈവത്തിന് യോഗ്യമായ പങ്കാളിയായി പരിലസിക്കാൻ എന്നെ പുനരഭിഷേകം ചെയ്യണമേ. എന്നെ പുനരഭിഷേകം ചെയ്യണമേ. എന്നെ പുനരഭിഷേകം ചെയ്യണമേ. എന്നെ പുനരഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, കൈയടിച്ചോണ്ട് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ആത്മാവൈരവേ വരണേ, നിന്നിൽ വസിക്കാൻ വരണേ. ആത്മാവൈരവേ വരണേ, നിന്നിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗത്തോളം ഇറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗത്തോളം ഇറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്നെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്നെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഉടമ്പടിയുടെ കറണ്ട് റേറ്റിംഗ് നമുക്ക് മനസ്സിലാകണത്. ഉടമ്പടിയുടെ കറണ്ട് റേറ്റിംഗ്, ഞാൻ അങ്ങനെയാണ് സാക്ഷ്യത്തെ ഞാൻ സമീപിക്കുന്നത്. ഉടമ്പടി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ കനാബലം പോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ റിസൾട്ട് എന്നൊക്കെ പറയണത് ഒരു ഒന്നൊന്നര റിസൾട്ടാണ്. ഇവൻ്റെ അത് കണ്ടില്ലേ, ഇപ്പോൾ ജിയോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സത്യസന്ധമായ ഇൻവെസ്റ്റ്മെൻറ്റാണ്, സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റാണ്, വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അല്ലാതെ നോക്കട്ടെ, കിട്ടിയ ഊട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാം, ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതൊരു സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റിന് ദൈവമായിട്ടൊരു ഡീലിന് തയ്യാറാകുന്നവരെ, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ലോ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരെ നമ്മൾ നടത്തിയിരിക്കുന്ന ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൻ്റെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല നോക്കണത്. നിങ്ങൾ ശരിക്കും ഒരു തെഫ്റ്റായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഒരു കള്ളൻ, ഒരു കള്ളി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ ദൈവത്തിന് ലഭിക്കുന്ന ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, അതൊക്കെ നിങ്ങളിങ്ങനെ പറയുമെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം വേറെ ആയിരിക്കണം. എന്തായിരിക്കണം? ദൈവം തന്നെയായിരിക്കണം. ദൈവത്തിന് തോന്നണം അത്, ഇവളെ ജോലിക്ക് വേണ്ടിയല്ല എൻ്റെ പുറകെ നടക്കുന്നത്, എന്നെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് തോന്നണം. അങ്ങനെ ദൈവത്തിന് തോന്നിയാൽ ദൈവത്തിൻ്റെ സ്വന്തമായി നീ ബ്രാൻഡ് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ പിന്നെ എന്നാ പരിപാടി? ഈച്ച് ആൻഡ് എവരിത്തിങ്, എല്ലാ വിഷയങ്ങൾക്കും. ഒന്നാമത് ഞാൻ ഇത്രയും നാൾ ദൈവമായിട്ടാണ് നമുക്ക് മനസ്സിലായത്, നമ്മൾ ദൈവം അല്ലാത്ത ഒരു വിഷയവും ഇല്ല ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങൾക്ക് തന്നെ വലുതും ചെറുതുമായിട്ടുള്ള സ്വകാര്യത ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന് ഒരേ റേറ്റിങ്ങിലും പ്രാധാന്യത്തിലാണ് ദൈവം അക്സെപ്റ്റ് ചെയ്യണത്. ഇനി ആ വിഷയം അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ നിലവിലുള്ള സാധ്യതകളെക്കാൾ മികച്ച സാധ്യതയാണ് ദൈവത്തിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ റാഫേൽ, ഷീബ റാഫേൽ, നമ്മുടെ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലൊരു പ്രൊഫസറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യങ്ങളൊന്നായിരുന്നു. ഇവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവരൊരു സുവോളജിസ്റ്റാണ്. സുവോളജി എന്ന് പറയുന്നത് ഈ ഇൻസെക്ട്സിനെയൊക്കെ പഠിക്കത്തില്ലേ, അതിനെക്കുറിച്ചുള്ള റിസേർച്ചാണ്. അപ്പോൾ ഇവരുടെ PhD, ഇവർ പ്രൊഫസറാണ്. ഇവരുടെ PhD തീസിസ് വിചിത്രമായൊരു സബ്ജക്റ്റാണ്. സിൽവർ ഫിഷ് എന്ന സംഭവമാണ്. സിൽവർ ഫിഷ് ഇരട്ടവാലൻ. കേട്ടാൽ ഇംഗ്ലീഷ്, നമ്മളാണ് ഇരട്ടവാലൻ, രണ്ടാം വാല, 3 വാലെന്നൊക്കെ പറയണത്. സാഹിബ് അടിപൊളി പാചകമായിട്ടിരിക്കണം. സിൽവർ ഫിഷ് സംഭവം ഇരട്ടവാലനാണ്, പക്ഷെ അതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുന്നത്, ഇതൊരു കുഴപ്പം പിടിച്ച സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഓർക്കും
ഇരട്ടവാലിനെക്കുറിച്ച് എന്നാ ഗവേഷണം നടത്താനാണെന്ന്. അങ്ങനെയല്ല. ആ ഗവേഷണം നടത്താൻ വേണ്ടി നമ്മളല്ലേ പ്രശ്നമായി പോയത്. ഒന്നാമത്തെ ഇതിനെക്കുറിച്ച് വേറെ സ്റ്റഡീസൊന്നുമില്ല. വളരെ റയർ സബ്ജക്റ്റാണ്, വേറെ ആരും പഠിച്ചിട്ടില്ല. അതോടുകൂടി 2019-18 പ്രോജക്റ്റാണ്. 2022 വന്നിട്ടും ഒരടി പോലും മുന്നോട്ട് പോകണില്ല, ഒരു പാരഗ്രാഫ് പോലും എഴുതാൻ പറ്റണില്ല. കാര്യം ഇതിൽ നിന്ന് ആരും ഗൈഡ് ചെയ്യാനില്ല. അപ്പോൾ 3 കൊല്ലം വേസ്റ്റായിപ്പോയി. അപ്പോൾ ഷീബയുടെ അമ്മ പറഞ്ഞ്, നീ പോയി ഉടമ്പടി എടുക്ക്, മാതാവിൻ്റെ അടുത്ത് നിനക്ക് മാർഗം ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ഇവൾ പറയുന്ന പ്രൊഫസർ പറയുന്ന ഒരു വിഷയം എന്ന് പറയണത്, വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്? ഐ മൈസെൽഫ് ഈസ് എ ഗുഡ് ആൻഡ് ഒരു ജസ്റ്റ് കാത്തലിക്കാണ്. അവിടെയാണ് വിഷയം. കണ്ടാ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് കണ്ട, ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്, കുർബാന കൂടുന്ന ആളാണ്, കുടുംബ പ്രാർത്ഥന ഉള്ള ആളാണ്, ബൈബിൾ വായിക്കുന്ന ആളാണ്. വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്? അപ്പം ഞാൻ കണ്ടൻറ്റഡാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഈ സ്റ്റെപ്പിന് ഈ ബ്രേക്ക് ത്രൂ ചെയ്യാതെ നമുക്ക് പിന്നീട് കാര്യം, നീ ഇപ്പം ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും, നീ ഓക്കെയാണ്, ആധ്യാത്മികമായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാലും, ദൈവം നിന്നെ ഉടമ്പടി സംഭവിക്കണത് എന്താണ്? ദൈവം നിന്നെ ഹെൽപ്പ്, ഇത്രയും ഇതെല്ലാം ഓക്കെ ആയിട്ട് നീ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, നീ കുടുംബപ്രാർത്ഥന മുടക്കണില്ല, നീ കർത്താവിൻ്റെ രീതിയിൽ തന്നെ ഒരു വിശുദ്ധ ജീവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാലും, ചില സബ്ജക്റ്റ് ദൈവശിരസനിൽ നീ കാണുന്നത് ഈ അപ്ഗ്രഡേഷൻ എന്ന സംഭവമുണ്ട്. അറിയാമല്ലോ, നമ്മൾ പണ്ടിരുന്ന പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ല. ഇനിയിപ്പോൾ കണ്ണുമേക്കുന്ന നേരത്ത് നാം എല്ലാം രൂപാന്തരപ്പെട്ട് അവനെപ്പോലെ ആകുന്നേ പറയും. അപ്പോൾ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കണം, ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ചാലഞ്ച് എന്ന് പറയണത് കർത്താവ് തന്നെ ഈ ചാലഞ്ച് കൂട്ടുകയില്ല, അത് കുറച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണ. അപ്പോൾ നമുക്ക് നല്ല ചാലഞ്ച് തന്നിട്ടുണ്ട്. നമുക്ക് ജീവിത ആവശ്യങ്ങളുണ്ടോ, അതിന് സമ്മർദ്ദമുണ്ടോ, അത് നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ദ ഡിവൈഡ് ഓഫ് ദാറ്റ് ഫാക്ട്, ദ ചാലഞ്ചസ് ദാറ്റ് ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നീ ദൈവപിതാവിനെ പോലെ പരിശുദ്ധനായിരിക്കാൻ പരിപൂർണനായിരിക്കാൻ ദൈവം നമുക്കൊരു വെല്ലുവിളി തന്നിരിക്കുകയാണ്. നമുക്കത് സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ജീവിതം പിന്നോട്ടല്ല, ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നിത്യതയിലേക്കാണ് പോകണത്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർക്ക് അവരെത്ര ഓക്കെ ആണെന്ന് പറഞ്ഞാലും ദൈവം പറയും ഓക്കെ അല്ലെന്ന് പറയും. നിങ്ങൾ ഓക്കെ അല്ല എന്ന് പറയുന്നതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ നിലവിലുള്ള ആധ്യാത്മികമായ പരിചരണങ്ങളെ കൊണ്ട് ജീവിതാവസ്ഥകൾക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ശിവ പറയണത്. വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്? ഞാനൊരു കാത്തലിക്കാണ്, ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ലൈഫുള്ള ആളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നിട്ടും ഇതൊന്നും നടക്കണില്ലല്ലോ, 3 കൊല്ലം വയസ്സായില്ലേ, ഇത്രയും വൃത്തിയും മെനയായിട്ട് ജീവിച്ചിട്ടും 3 കൊല്ലം വയസ്സായില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കേരളത്തിൽ ഓപ്ഷൻ ഉള്ളത് എന്താണ്? ഉടമ്പടിയേ ഉള്ളൂ. അതാണ് അമ്മയ്ക്കറിയാം, ബോധമുണ്ട്. അപ്പോൾ അവൾക്കത് മനസ്സിലായപ്പോൾ അവളൊന്ന് ഉടമ്പടി എടുത്തു. ശിവ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എന്താണ്, നമ്മൾ വേറൊരു ലിങ്ക് ഓപ്പൺ ചെയ്യണം ദൈവമായിട്ട്. ഒരു എക്സ്ട്രാ ലിങ്ക് നമ്മൾ ദൈവമായിട്ട് ഓപ്പൺ ചെയ്യണം. വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഇവിടെ എമർജ് ചെയ്ത് വരികയാണ്. അത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളല്ല. ദൈവത്തിന് കൂടുതൽ ലോഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതനുസരിച്ച് തന്നെ അപ്ഗ്രേഡ് ചെയ്തു, ആധ്യാത്മിക ജീവിതം അപ്ഗ്രേഡ് ചെയ്തു. കുർബാന മുടക്കാറില്ല. ഇപ്പോൾ പറയണത്, എനിക്ക് തൃശ്ശൂർ ഇത്രയും പള്ളിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നെന്ന്. കാര്യം എല്ലാ പള്ളിയിലെയും കുർബാന ഏത് സമയത്താണ് എനിക്കറിയാം. അതിന് ഞാൻ എത്ര ബിഷി ഷെഡ്യൂളാണെങ്കിലും എവിടെയെങ്കിലും പോയി കുർബാന അർപ്പിച്ച് കർത്താവിനെ സ്വീകരിച്ചിട്ട് മാത്രമേ ഞാൻ കിടന്നുറങ്ങത്തുള്ളൂ. അപ്പം നിലപാട് മാറി, അപ്ഗ്രേഡ് ചെയ്ത്, ആധ്യാത്മികത അപ്ഗ്രേഡ് ചെയ്തു. അതനുസരിച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ കാരണം മുമ്പ് ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് 3 മിനിറ്റേ ബൈബിൾ വായിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ മസ്റ്റായിട്ട് ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ എഴുതിയിട്ടുണ്ട് എന്താണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. അതാണ് വിഷയം. അത് നമ്മളെ കേട്ടിട്ടുണ്ടത്.
പക്ഷേ ഷീബ കേട്ടിരിക്കുന്നത് വേറെ ലെവൽ, ഷീബ കേട്ടിരിക്കുന്നത് വേറെ ലെവലിലാണ്. വെച്ചാൽ ഇവൾക്ക് അസാധ്യമായി പോയില്ലേ, എന്ത് 3 കൊല്ലം ഈ ഇരട്ട പാലിൻ്റെ പുറകെ നടന്നിട്ട് ഒരു അരപ്പേജ് പോലും എഴുതാവത്തില്ലല്ലോ. അപ്പോൾ അസാധ്യമാണ്. അപ്പോൾ ബൈബിളാണ് പറയണത് ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന്. അപ്പോൾ അസാധ്യമല്ലെന്ന് ലോകത്തോട് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത്. കൈയടിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്രേസിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കുകയാണ്. വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ തൻ്റെ ലാബിൽ സുവോളജി റിസർച്ച് ലാബിൽ പോകും. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ പരിശോധിക്കും. കാരണം ദൈവത്തിൻ്റെ കൂടെ പരിശോധിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനാണെങ്കിലും ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ എഴുതിയത് ഒരു എൻസൈക്ലോപ്പീഡിയാണ് എഴുതിയത്, ഡിക്ഷണറി എഴുതി, ഈ ക്രിസ്ത്യൻ ആർട്സിനെ കുറിച്ച് ഡിക്ഷണറി എഴുതി, പിന്നെ സർവ്വജ്ഞാനകോശം എഴുതി. എൻ്റെ സർവ്വജ്ഞാനകോശത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. 17 കൊല്ലം എഴുതിയാണത്, എത്രയോ ആയിരക്കണക്കിന് പേജുകൾ എഴുതിയാണ്, റിസർച്ചാണ് ഇത്. അപ്പോഴേ നമ്മൾക്ക് ചെലവിടത്ത് ചെന്നാൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്നുകൊണ്ട് കണ്ണെടുത്തിൽ ജപമാല ചെല്ലും. അപ്പോൾ നമുക്കൊരു വെളിച്ചം കർത്താവ് തരും, ഇതാണ് വഴി, ഇതിലേ പോവുക. അത് ഭയങ്കര സംഭവമാണത്. അപ്പോൾ എനിക്ക് ഷീബ പറഞ്ഞപ്പോൾ എല്ലാം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം ഞാൻ ആ വഴിയിലൂടെ ഒന്ന് നേരത്തെ വേറൊരു വിഷയത്തിൽ സഞ്ചരിച്ച കാരണം നമ്മൾ ഡെഡ് ലോക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വേറെ ഒരു ബൈഫർക്കേഷൻ നടത്തും. വേറെ ഒരു അത് അവിടെ ലോക്കായി കിടക്കട്ടെ, നമുക്ക് നമ്മളെ വേറെ വഴിയിലൂടെ കൊണ്ടുപോകും. അത് ദൈവമായിട്ട് ജീവിക്കണത് ദൈവം ഇങ്ങനെ നയിക്കും. ഇവിടെ തന്നെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് എത്രയോ പ്രാവശ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രേസ് സ്മിത്ത് എന്നും പറഞ്ഞ് ഗ്രേസ് സ്മിത്ത് ഒരു പ്രൊഫസറിൻ്റെ ലിങ്ക് കിട്ടി. അവർ ഈ സിൽവർ ഫിഷിൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തുകാരെ ഈ ആസ്ട്രേലിയക്കാരത്തിയാണ്, ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും അമ്മ പറഞ്ഞ് അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അവരുടനെ പറഞ്ഞ് ഞാനിങ്ങനെ സിൽവർ ഫിഷിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് 3 കൊല്ലം വേസ്റ്റായി, ഐ ഹാവ് നോ ഐഡിയ, ഏതെങ്കിലും തരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ വിട്ട്. അത് ഈ മാതാവുമായി ഇരുന്ന് സെർച്ച് ചെയ്യുകയും മെയിൽ വിടുകയും ചെയ്യുമ്പോൾ അതിനൊരു മരിയ സ്പീഡാണ് ഉള്ളത്. 20 മിനിറ്റിനുള്ളിൽ 2-3 പേജാണ് അവർ മറുപടി ഇങ്ങോട്ട് തരണത്. ഇവർ വിട്ടത് 3 ലൈൻ, അവർ 300 ലൈൻസാണ് വിടണത്. ഐ ആം റെഡി ടു ഹെൽപ്പ് യു എന്നും പറഞ്ഞു. കണ്ടാ വാതിൽ തുറന്നു തന്നെ കണ്ടില്ലേ, വാതിൽ തുറന്നു തന്നെ കണ്ടില്ല. 3 കൊല്ലം അടച്ചിരുന്ന വാതിൽ കാണാത്ത വാതിൽ, മരിയൻ വാതിൽ തുറന്നു വരികയും അപ്പോൾ പിന്നീട് അവർ ഗൈഡായിക്കൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർ ഇൻസെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ പ്രശ്നം ഈ ഇരട്ടവാലനെ ഡിസെക്റ്റ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി എൻ്റെ ഘടന പരിശോധിക്കണം. അപ്പോൾ എല്ലാ ഇരട്ടവാലിനും ഒരേ ഘടനയല്ല, പല പല ഘടനകളാണ്. അങ്ങനെ 105 സ്പീഷീസ് ഉണ്ട്. കേരളത്തിൽ 5 ഉള്ളൂ, ബാക്കി 100ഉം പുറത്താണ് കിടക്കണത്, പുറത്ത് രാജ്യത്ത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇരട്ടവാല മുന്നേ ഉള്ളത് അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ 5 സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ ഘടന ഒരുവിധം ഇവർക്ക് പിടികിട്ടി. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഷീസ് ചേഞ്ച് ചെയ്യാനനുസരിച്ച്, ഘടന ചേഞ്ച് ചെയ്യാനനുസരിച്ച് സ്പീഷീസ് ചേഞ്ച് ചെയ്യും. കാണുമ്പോഴൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിൽ വർഗം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ഒരു വർഗം കഴിഞ്ഞ് മറ്റൊരു വർഗത്തിലേക്കുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലാവില്ല, എൻ്റെ കണ്ണിന് ഇത്രയും പവറില്ല എന്ന് പറഞ്ഞു. ഉടനെ പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം എടുത്തപ്പോൾ അവൾക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു. എന്താണെന്നറിയാവോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിയുടെ ഹല്ലേലൂയ 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 ശിവേ നന്ദി. ഹല്ലേലൂയ 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 ശിവേ ആരാധന 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 ശിവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ശിവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാഷകൻ 23:19 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ശിവേ ആരാധന 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 ശിവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. പ്രഭാഷകൻ 23:19 കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അതായത് ഇവർക്ക് കണ്ടുപിടിക്കണമെന്നല്ലേ പറയണത്. അപ്പം അതിന് അമ്മ പറയണത് എന്താണ്? നീ ഇനി കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്ക്, അത് 10,000 സൂര്യനേക്കാളും പ്രകാശമുള്ളതാണ്. പിന്നെ എന്നാ പറ്റി? അതോടുകൂടി
ഇത് കാണാനുള്ള പ്രത്യേക കാഴ്ച അഡിഷൻ കൊടുക്കും. എൻ്റെ അമ്മ എന്ത് രസമാണ് കേൾക്കാൻ. അവൾ പിന്നെ പടപടാന്ന് പഠിക്കണത്. പിന്നെ അതായത് മുമ്പ് കാണാതിരുന്ന സംഭവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രകാശം കണ്ണ് കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ ഗവേഷണം അവസാനിക്കും. വേദത്തിൻ കുറച്ച് സമയത്ത് ഗവേഷണം എല്ലാം അവസാനിക്കുമ്പോൾ എന്താ പറയണമെന്നറിയാമോ? ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ 2 പുതിയ സ്പീഷീസിനെ കൂടി കണ്ടുപിടിക്കാൻ ദൈവം ഇവർക്ക് അനുഗ്രഹം കൊടുക്കും. അങ്ങനെയാണ് ഡോക്ടറേറ്റ് തീസ് അവസാനിച്ച് ഇപ്പം ഡോക്ടറേറ്റ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണത്. ഇതൊക്കെ അടഞ്ഞു പോയൊരു വാതിലാണ്. ഇന്ത്യൻ സുവോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇവൾ ഈ പ്രൊഫസർ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ സ്പീഷീസിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ മനുഷ്യൻ നമുക്ക് തരുന്ന ഉപദേശം ഇങ്ങനെയായിരിക്കും, പക്ഷേ കർത്താവ് നമുക്ക് തന്നെ ഉപദേശം എന്തായിരിക്കും? നീ സ്റ്റോപ്പ് ചെയ്യരുത്, കർത്താവിൻ്റെ കണ്ണുകൾ നിനക്ക് തരാം, നീ മുന്നോട്ട് പോകാൻ പറയും. നിൻ്റെ ദൈവം നിന്നോടും പറഞ്ഞതാണ്, നീ മുന്നോട്ട് പോവുക. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ആദ്യം രോഗസൗഖ്യ പ്രാർത്ഥന, പിന്നെ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അമ്മ ഇതുപോലെ ഈശോ എഴുന്നള്ളിയിരുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 10,000-കണക്കിന് മനുഷ്യർ അനുഗ്രഹം പ്രാപിച്ച് ജീവിതം തിരിച്ചു പിടിച്ചൊരു സ്ഥലത്ത്, നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെയും കർത്താവ് തേടിപ്പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ നീ സ്നേഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ഉത്തമ പങ്കാളിയായി മാറാൻ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിനെ കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാരോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, മാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം സ്വർഗീയ നിമിഷം, ആരാധനയുടെ നിമിഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോ, രോഗികള്, രോഗങ്ങൾ കൊണ്ട് മേലാത്തവരെ, ജീവിതം നിരാശപൂർണമായവരെ, സങ്കടപ്പെടുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ, കുടുംബത്തിനും ഭാരമായി പോകുമോ എന്നോർ സങ്കടപ്പെടുന്നവരെ, കർത്താവേ, നിന്റെ കരുണയാൽ ഈ നിമിഷം അവരെ സ്പർശിക്കണമേ. ഓരോ രോഗികളെയും സ്പർശിക്കണമേ. ഓരോ രോഗികളെയും സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ഞരമ്പുകളിലും, എല്ലാ സന്ധിബന്ധങ്ങളിലും, ശ്വാസകോശങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. തൊണ്ടവേദനയുള്ളവരെ, നീരിറക്കമുള്ളവരെ, രോഗികള്, പിസിഒഡി രോഗികള്, 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 നടുവേദനയുടെ രോഗികള്, എല്ലാ തരത്തിലും വേദനയുള്ളവര്, മാരക രോഗികള്, വേദികള്, ഉദര രോഗികള്, ഉദര രോഗികള്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് പൂർണ്ണമായി മാതാവിന്റെ മധ്യസ്ഥതയിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ.
യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി എന്റെ സദയം തുടരണേ സുഖമായി എന്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൈകൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ കർത്താവിൻ്റെ വിളി ദൈവ പൈതലെ നീ തിരിച്ചറിഞ്ഞ് നന്ദി പറയുക. മനസ്സിലെ ഈ പ്രഭാതത്തിൽ നിൽക്കാൻ കഴിയണത് ഒരു നിസ്സാര കാര്യമല്ല. കർത്താവിൻ്റെ വിളി ദൈവ പൈതലെ നീ തിരിച്ചറിഞ്ഞ് നന്ദി പറയുക. മനസ്സിലെ നിന്റെ വിഷമങ്ങളും നിന്റെ ഭാരങ്ങളും ഈ അൾത്താരയിൽ നിന്നെ കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ നിനക്ക് ഒരു നിമിഷം മതി ഇതെല്ലാം മാറിപ്പോകാൻ. നമ്മൾ സാക്ഷ്യം കേട്ടതാണ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഭവനരഹിതരെ, ഭവനത്തിന് കടമായി ജപ്തിയായി വിൽക്കാൻ പോകുന്നവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ല വേദനിച്ച് കഴിയുന്നവർ, വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ഉദ്യമിച്ചിട്ട് നടക്കാതിരിക്കുന്നവർ, വിദേശ വിസ പുതുക്കി കിട്ടാത്തവർ, സർവീസിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലങ്ങൾ കാരണം ശമ്പളം താമസിച്ച് പോകുന്നവർ, പല മനുഷ്യരുടെയും ഭീഷണികൾക്ക് വഴങ്ങി വിഷമിച്ച് ജീവിക്കുന്നവർ, കുടുംബാംഗങ്ങളുടെ തന്നെ ഗ്രൂപ്പിസം കാരണം മനസ്സ് മടുത്തുപോയവർ, നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിനക്കെതിരെ കൈ ചൂണ്ടുന്നവരും നിനക്കെതിരെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരും നിന്റെ തകർച്ചയെ, നിന്റെ നാശത്തെ ആഗ്രഹിക്കുന്ന പ്രതിയോഗികൾ എല്ലാം നിഷ്പ്രഭമായി പോകുന്നൊരു സമയമാണിത്. നിന്നെ കൊണ്ടുവന്നത് ദൈവമാണെന്ന് ഓർക്കണം. ദൈവ പൈതലെ, നീ തനിയെ വന്നാണെന്ന് കരുതരുത്. ഇനി നീ ദൈവത്തിൻ്റെ വഴികളിലേക്ക് നിന്നെ ദൈവം അനുഗ്രഹിച്ച് നയിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിൽ നീ സമർപ്പിതയാകണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുനാമത്തിലെ കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലത് കരങ്ങൾ നീട്ടിക്കൊണ്ട് അയാളുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ, സാമ്പത്തിക ബാധ്യത പേറുന്നവരെ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, അവർക്ക് ജയിച്ച മതിയാവ് കർത്താവേ, അല്ലെങ്കിൽ അവർ ഇല്ലായ്മയായി പോകും. അതുകൊണ്ട് തന്നെ എന്ത് വിഷയമായാലും കർത്താവേ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, ഭവനരഹിതർ, വിവാഹം താമസിക്കുന്നവർ, ജോലിയില്ലാത്തവർ, കുടുംബ സമാധാനമില്ലാത്തവർ, പിരിഞ്ഞ് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കൾ ഉള്ളവർ തന്നെ ദുർനടപ്പുകാരായ മക്കളുള്ളവർ, കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോയവർ, ദുഷിതങ്ങൾക്ക് അകപ്പെട്ടവരും, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിട്ട് മാതാപിതാക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, ഇവിടെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, സാക്ഷികളാക്കി ഞങ്ങൾ നിറയണമേ, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവുമാണ് ആൾക്കാർക്ക് ഭക്ഷണം പോലെ വരണത്. ഒരു കാറിൻ്റെ 2 ലൈറ്റ് പോലെയാണ് നമ്മുടെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും. ഒന്നും നിങ്ങൾക്ക് മിസ് ചെയ്ത് നിങ്ങൾ തന്നെയല്ല അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ആരെങ്കിലും ഇനിയും സാക്ഷ്യം പറയാതിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ദൈവത്തോടുള്ള ആ കടമ നിർവഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പറയാപ്പെടാത്ത സാക്ഷ്യം നമുക്കൊരു ബാധ്യതയായിട്ട് വരും. അവസാനം ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത അവസ്ഥ വരും. കാര്യം കേട്ടിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം നീ ദൈവ അനുഗ്രഹം നൽകിയവരെല്ലാം മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അത് പൊതുസമൂഹത്തിലെ കൃപാസനത്തിൽ വന്ന് പങ്കുവെക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സമാപനാശീർവാദം സ്വീകരിക്കാം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. 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 ആവേ 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 മരിയ, ആവേ ആവേ ആവേ